നമുക്കിന്നൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്താലോ? നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി കാണും അല്ലേ? അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു സൂപ്പർ പൗച്ച് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക, അതിൻ്റെ നടുക്കിൽ നിന്ന് ഇങ്ങനെ കീറി കൊടുക്കുക. നിങ്ങൾ എടുക്കുമ്പോഴേ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ മുറിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതുപോലത്തെ സിബ് ഉണ്ടാവുമല്ലോ, നമ്മുടെ പഴയ ഡ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ പഴയ പൗച്ചിൽ നിന്നൊക്കെ ഇതുപോലത്തെ സിബ് കിട്ടില്ലേ, അതൊരെണ്ണം തപ്പിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കീറിയ ഭാഗമില്ലേ, അതിൻ്റെ രണ്ട് സൈഡും ആ സിബിൻ്റെ രണ്ട് വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുവരെ വളരെ കറക്റ്റാണ്. സംഗതി സിമ്പിളൊക്കെ എന്ന് ഓർത്തിട്ടാണ് ഈ ക്രാഫ്റ്റ് അങ്ങ് എടുത്തതെങ്കിലും ഈ സ്റ്റെപ്പ് കഴിഞ്ഞതോടുകൂടി കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. പേപ്പർ അങ്ങ് ഒട്ടിച്ചിട്ടാണെങ്കിൽ ഒരു വൃത്തിയും തോന്നുന്നില്ല. പിന്നെ എവിടെ നിന്നൊക്കെയോ ഒരു തുണിയുടെ പീസ് ഉണ്ടെന്ന് അത് ഒട്ടിച്ചു നോക്കി, അതൊട്ടിച്ചപ്പോഴോ അതിനേക്കാളും അലമ്പ്. ഇനി ഇത് കീറി പിന്നെയും പേപ്പർ ഒട്ടിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ രണ്ട് സൈഡിലും ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഗ്ലിറ്റർ പേപ്പർ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സംഗതി ഇവിടെ മുതലേ മടുപ്പ് തുടങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നായി. പിന്നെ തുടങ്ങി പോയല്ലോ. കാര്യം പൗച്ചിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് അങ്ങോട്ട് ആയിട്ടില്ല. ഇതെങ്ങാലും സ്കൂളിൽ കൊണ്ടുപോയ പിള്ളേരൊക്കെ കളിയാക്കി കൊല്ലുമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് കുറച്ചും കൂടി മെനയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് റിബൺ ഒട്ടിച്ച് നോക്കുന്നുണ്ട്. രൂപം മാറണ്ടെങ്കിലും ആ വൃത്തി അങ്ങോട്ട് വന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, തുടങ്ങിയും പോയി തീർക്കണ്ടേ. അപ്പം ഇത് ഫ്ലോപ്പായില്ലെന്ന് നിങ്ങൾ പറ.